ഇന്നത്തെ നമ്മുടെ വീഡിയോ ദീപാവലി സ്പെഷ്യൽ സ്വീറ്റ് റെസിപ്പീസ് ആണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള 3 വെറൈറ്റി ആയിട്ടുള്ള സ്വീറ്റ്സ് ആണ് കേട്ടോ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതുപോലെ ഓറഞ്ച് കളറിലുള്ള പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടും അകത്ത് നല്ല ജ്യൂസി ആയിട്ടുള്ള തേനോട് കൂടിയിട്ടുള്ള ജിലേബി എങ്ങനെയാണ് റെഡിയാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പ് ഉഴുന്ന് നന്നായിട്ട് കുതിർത്ത് ഒരു 4-5 മണിക്കൂർ കുതിർത്തതിന് ശേഷം നന്നായിട്ട് കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടി പോകരുത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ മൊത്തം ഒരു 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുത്തതിന് ശേഷം പിന്നെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതായത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് അരച്ചെടുക്കാം. ഒട്ടും തരിയില്ലാതെ വേണം കേട്ടോ നമ്മൾ അത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഉഴുന്നവടക്കൊക്കെ അരച്ചെടുക്കുന്നത് പോലെ തന്നെയാണ്, പക്ഷെ അതിനേക്കാൾ കുറച്ചും കൂടെ ഒന്ന് ലൂസായിട്ടൊക്കെ അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് ഉഴുന്ന് ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തരിയില്ലാതെ ഇതുപോലെ നല്ല ഫൈനായിട്ട് വേണം കേട്ടോ അരച്ചെടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ കളറിന് വേണ്ടിയിട്ട് റെഡ് ഫുഡ് കളറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഇത്രയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ കളർ കുറവുണ്ടെങ്കിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതൊക്കെ കളർ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ജിലേബിക്ക് വേണ്ട ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അരച്ചെടുത്തിട്ടുള്ള ആ വെള്ളം പിന്നെ കോൺഫ്ലവറും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ നമുക്ക് വേണ്ടത് ജിലേബിയുടെ മാവ്. ഇനി നമ്മൾ ഇത് പൈപ്പ് ചെയ്തെടുക്കുന്നത് ഞാൻ ഇതുപോലെ ഒരു നമ്മൾ കേക്കൊക്കെ ഐസിങ് ചെയ്യുന്ന ഒരു പൈപ്പിംഗ് കവറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര പാനി റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ ഇത് ഒരുപാട് കട്ടിയായിട്ടുള്ള പഞ്ചസാര പാനി വേണ്ട കേട്ടോ. ഒരുപാട് കട്ടിയായി കഴിഞ്ഞാൽ ഈ ജിലേബിൻ്റെ ഉള്ളിലേക്ക് പാനി കയറില്ല. അപ്പോൾ ഒരുപാട് കട്ടിയാവാതെ അത്യാവശ്യം നല്ല മധുരമുള്ള ഒരു പാനിയാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി പഞ്ചസാരയൊക്കെ ഒന്ന് ഉരുക്കി വരട്ടെ. പിന്നെ ഇതിലേക്ക് നമ്മൾ മാവിലേക്കൊക്കെ ചേർത്ത് കൊടുത്തിട്ടില്ല അതേ റെഡ് ഫുഡ് കളർ ഒരെണ്ണുള്ളിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്ത് കൊടുത്ത സമയത്ത് ഞാൻ ക്യാമറ ഓണാക്കാൻ മറന്നു പോയതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ തന്നെ ഇത് ഉരുകി വരും. പിന്നെ ഒരുപാട് നമുക്ക് തിക്കാക്കി എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിലേക്കൊരു 1/2 ടീസ്പൂണ് നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഏലക്കപ്പൊടിയുടെയൊക്കെ ഫ്ലേവർ കുറവുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നെയ്യിൻ്റെ ഫ്ലേവർ വേണ്ടവർക്ക് ഇഷ്ടമാണെങ്കിൽ അതും കൂടെ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജിലേബിക്ക് നല്ലൊരു മണവും അതുപോലെ തന്നെ ആ ഒരു നെയ്യിൻ്റെ ഫ്ലേവറൊക്കെ കിട്ടും. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പൊരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊരു പരന്ന പാത്രമാണ് കേട്ടോ നല്ലത്. അപ്പോൾ നമുക്കൊരു 3-4 ഒപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പോൾ അത് നമ്മുടെ ജിലേബിയുടെ മാവ് ഞാൻ ഇതുപോലൊരു ബാഗിലാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ, പൈപ്പിംഗ് ബാഗിൽ. ഇനി ഇതിൻ്റെ ഈ ഒരു അറ്റം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഒരുപാട് വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കണ്ട കേട്ടോ, ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി.
പിന്നെ ജിലേബി പൊരിച്ചെടുത്തിട്ട് പാനിയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ പാനി നല്ല ചൂടുണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ചൂടാറിയപ്പോൾ ഒന്നും കൂടെ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊരിച്ചെടുത്തിട്ട് ഈ ചൂടുള്ള പാനിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഓയിൽ ചൂടായി വന്നതിന് ശേഷം പിന്നെ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ജിലേബി പൈപ്പ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഇതുപോലെ ഒരു 3 ചുറ്റൽ ചുറ്റിച്ചതിന് ശേഷം പിന്നെ അതായത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിലൂടെ ചെറുതായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ നടുക്കൊന്ന് പൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ക്രിസ്പി ആവുന്ന സമയത്ത് നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുത്തിട്ട് ചൂടുള്ള പഞ്ചസാര പാനിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പാനി ചൂടില്ലെങ്കിൽ ഒന്ന് ചൂടാക്കണം കേട്ടോ. ചൂടാക്കിയിട്ട് പിന്നെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ചൂടുള്ള ജിലേബി ചൂടുള്ള പഞ്ചസാര പാനിയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് കയറും കേട്ടോ. പിന്നെ ഒരുപാട് പഞ്ചസാര പാനി തിക്കായിട്ടുണ്ടെങ്കിൽ ഉള്ളിലേക്ക് കയറില്ല. അപ്പോൾ കുറച്ചൊരു ലൂസായിട്ടുള്ള പാനിയാണ് വേണ്ടത്. പിന്നെ ഇതുപോലെ ഒന്ന് ഇടയ്ക്ക് ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിനി നമ്മൾ അടുത്ത ബാച്ച് പൊരിച്ചെടുക്കുന്നത് വരെ ഇതിലിട്ട് വെച്ചാൽ മതി. അപ്പോഴേക്കും നന്നായിട്ട് ഉള്ളിലേക്കൊക്കെ പാനി കയറിയിട്ടുണ്ടാവും. ഇനി നമുക്കിത് പാനിയിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ ഇതിലൊക്കെ ഇപ്പോൾ നന്നായിട്ട് ഉള്ളിലൊക്കെ പഞ്ചസാര പാനി കയറിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അടുത്ത് പൊരിച്ചെടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ജിലേബിയുടെ റെസിപ്പിയാണ്. പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടും അകത്ത് നല്ല പഞ്ചസാര പാനിയൊക്കെ കയറിയിട്ട് നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു ജിലേബിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. അടുത്തത് നമുക്ക് കളറൊന്നും ചേർക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവ എങ്ങനെയാണ് റെഡിയാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലെ ഒരു 2 ഇടത്തരം സൈസിലുള്ള ബീട്രൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ കുക്കറിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. അപ്പോൾ വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ച് ഒരു 2-3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. അപ്പോൾ അത് നമ്മുടെ ബീട്രൂട്ട് വെന്തതിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ടുള്ളതാണ് കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് ചൂടാറി കിട്ടണം. ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജാറടച്ച് വെച്ചിട്ട് നല്ല ഫൈനായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഒട്ടും കഷ്ണങ്ങളൊന്നും ഇല്ലാതെ തന്നെ വേണം കേട്ടോ അരച്ചെടുക്കാൻ. ഇനി നമുക്കിതിലേക്കൊരു 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഒന്നും കൂടി നന്നായിട്ട് ഇതുപോലെ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് അടുപ്പത്ത് വെക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇത് സെറ്റ് ചെയ്യാനുള്ള പാത്രമൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഗ്ലാസിൻ്റെ ബൗളോ അല്ലെങ്കിൽ സ്റ്റീൽ പ്ലേറ്റോ ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു കേക്ക് ടിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, അലുമിനിയത്തിൻ്റെ. അതിൽ മൊത്തത്തിൽ ഇതുപോലെ സൈഡിലും അടിയിലൊക്കെ ആയിട്ട് നെയ്യൊന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അടിഭാഗത്തായിട്ട്. പിന്നെ കുറച്ച് വൈറ്റ് എള്ളും കൂടെ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഇനി നമുക്ക് അരച്ച് വെച്ചത് ഇതുപോലെ ഒരു നല്ല അത്യാവശ്യം നല്ല കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു കടായിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ആ ജാറിലുള്ളത് കംപ്ലീറ്റ് പോരാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ജാറൊന്ന് ചുഴറ്റിയിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കാം. ഫ്ലെയിം ഓണാക്കി കഴിഞ്ഞാൽ പിന്നെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇതിൽ മൈദ ഒക്കെ ചേർന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് കട്ടയായിട്ട് വരും. അപ്പോൾ നന്നായിട്ട് ഇളക്കി കുറുക്കിയെടുക്കണം. ഇപ്പോൾ അത് ഒന്ന് ചെറുതായിട്ട് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ ഈ ഒരു ബീട്രൂട്ടിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ജാതിക്കാപ്പൊടിയും അതുപോലെ പട്ട പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് രണ്ടും കൂടെ പൊടിച്ചതാണ് കേട്ടോ ഇത്. അതിൽ നിന്ന് ഒരു 1/4 ടീസ്പൂണ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതൊന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഇനി ഒന്നും കൂടെ കുറുകി വരുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാം. ഒരുപാട് നെയ്യൊന്നും ചേർത്ത് കൊടുത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ എത്രയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നുള്ളത് പറയാം. അപ്പോൾ ആ നെയ്യൊക്കെ ഇതിൽ നന്നായിട്ടൊന്ന് യോജിച്ച് പിന്നെയും കുറുകി വരുന്ന സമയത്ത് നമുക്ക് അടുത്ത ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ 2ാമത്തെ ടേബിൾ സ്പൂണാണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് കുറുകിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ പാകം, ഹൽവയുടെ പാകം എന്ന് പറയുന്നത് അറിയാമല്ലോ, നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ട് ഈ ചട്ടിയിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പാകത്തിലാവണം കേട്ടോ. അപ്പോൾ അതുവരെ നമ്മൾ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പം 3ാമത്തെ ടേബിൾ സ്പൂൺ നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്ര തന്നെ മതിയാവും ഇതിലേക്ക്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ കണ്ടല്ലോ, ഇപ്പോൾ തന്നെ ഇത് ചട്ടിയിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു പാകത്തിലായിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതിലേക്ക് നെയ്യൊന്നും ചേർത്ത് കൊടുക്കേണ്ടി വരില്ല. അപ്പോൾ അതായത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പാകത്തിലായി വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ട്രേയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ചൂടാറുന്നതിന് മുമ്പ് പെട്ടെന്ന് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് നെയ്യാക്കിയിട്ടുള്ള ഒരു സ്പൂൺ വെച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു 3-4 മണിക്കൂർ വെക്കണം കേട്ടോ, ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട്. ഒന്ന് നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ ഇതൊന്ന് സെറ്റായിട്ട് കിട്ടും. ആ ഒരു സമയത്ത് നമുക്കിത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ കട്ട് ചെയ്യാതെ ഇങ്ങനെ കോരി കഴിക്കണം എന്നുള്ളവർക്ക് അങ്ങനെ കഴിക്കാം കേട്ടോ, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇതാ നമ്മുടെ ഹൽവ ഇവിടെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് വെടിയിച്ച് കൊടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഫുഡ് കളറൊന്നും ചേർക്കാതെ നാച്ചുറൽ കളറിലുള്ള ഒരു അടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഹൽവയാണ് കേട്ടോ ഇത്. അടുത്തത് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റാണ്. അപ്പോൾ ഈ ഒരു സ്വീറ്റ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇതുപോലെ നല്ലൊരു ഓറഞ്ച് വൈറ്റ് ആൻഡ് കളർ കോമ്പിനേഷനിലാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു പേട റെഡിയാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലെ അത്യാവശ്യം കട്ടിയുള്ള തന്നെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്കൊരു 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഫ്ലെയിം ഓണാക്കി പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. പിന്നെ നിങ്ങൾക്കൊരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ താഴെ ലൈക്ക് ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.
അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. ഇപ്പോൾ പാലിവിടെ നന്നായിട്ട് തിളച്ച് പഞ്ചസാരയൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നല്ല ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഫ്ലെയിം ഒരുപാട് കൂട്ടി വെക്കണ്ട കേട്ടോ, ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. ഇപ്പോൾ ഇതിവിടെ നല്ല ഡ്രൈ ആയിട്ട് പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു പാകത്തിലായി വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ചൂടാറി വന്നതിന് ശേഷം ഞാനിതിനെ ഒരു 2 പോർഷനാക്കി മാറ്റിയിട്ടുണ്ട്. ഇത് കുറച്ച് ചെറിയ പോർഷനും ഇത് കുറച്ച് വലിയ പോർഷനുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ചെറിയ പോർഷനിലേക്ക് നമുക്ക് നട്ട്സ് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അണ്ടിപ്പരിപ്പും പിസ്താഷ്യും ആണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് നെയ്യൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നട്ട്സൊക്കെ ഇതിൻ്റെ എല്ലാ ഭാഗത്തിലും എത്തുന്ന വിധത്തിൽ തന്നെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്ത ശേഷം നമുക്ക് ഇതിനെ ചെറിയ ചെറിയ ഓരോ ഉരുളയാക്കി എടുക്കണം. കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യൊന്നത് ഇതുപോലെ തടവിയതിന് ശേഷം വേണം കേട്ടോ ഉരുട്ടിയെടുക്കാൻ. ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള വലിയ പോർഷനിലേക്ക് കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഓറഞ്ച് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓറഞ്ച് ജെൽ കളറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഒരു 2 ഡ്രോപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കളർ എത്രത്തോളമാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ദാ ഞാനിവിടെ ഇത് ഓറഞ്ച് കളറൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് നെയ്യൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൽ നിന്ന് നമുക്ക് ഓരോ ഉരുളയാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ച ആ ഒരു ഉരുളയിൽ നിന്ന് കുറച്ചും കൂടെ ഒരു വലുപ്പത്തിലുള്ള ഉരുളയാക്കി എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇത് ഓരോന്നും എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഉരുട്ടിയെടുത്തതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ ഉള്ളിൽ നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഉരുള വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ഉരുട്ടി ഷേപ്പാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പേട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതാ ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇത് സെർവ് ചെയ്യുക. അപ്പോഴേ ഉള്ളൂ നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു ഡബിൾ കളറൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പീസൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പികളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ദിവാലി.